നമസ്കാരം. അപ്പോൾ പാലും പഴവും തീർച്ചയായിട്ടും മീര ജാസ്മിന്റെ ഒരു തിരിച്ചുവരവ് എന്ന് തന്നെ വേണം പറയാൻ. ആ ഒരു ചിത്രത്തിന്റെ റിവ്യൂവിന് ശേഷം വീണ്ടും കാണാം. എങ്ങനെയുണ്ട് പാലും പഴം? പാലും പഴം എന്ന് പറയുമ്പോ പണ്ട് നമ്മുടെ ശിവാജി ഗണേശ സാറിന്റെ ഒരു പാലും പഴമുണ്ട്. അത് ഞാൻ എന്റെ ചെറുപ്പത്തിലെ കണ്ട ഒരു ഓർമ്മ എന്റെ മനസ്സിലുണ്ട്. പക്ഷെ ആ ഒരു രീതിയിൽ നിന്നും തികച്ചും ഇന്നത്തെ സാമൂഹ്യ സാംസ്കാരികത്തിന്റെ ചുറ്റുപാടുകൾ നിന്നുകൊണ്ടാണ് ഈ പടം ജി.വി. പ്രകാശ് സാറ് ഇതിനെ ഡയറക്ട് ചെയ്തേക്കുന്നത്. ഇതിനകത്തൊരു പുതിയൊരു നായകൻ വന്നിട്ടുണ്ട്. പുതിയ നായകൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മള് വിഷ്ണു ഉണ്ണികൃഷ്ണനെ പല സ്ഥലത്തും നമ്മൾ ഓർമ്മിക്കും. ആ നാടകത്തിന്റെ ആ നായകന്റെ പെർഫോമൻസ് വിഷ്ണു ഉണ്ണികൃഷ്ണനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ്. സ്റ്റോറി ബേസിലാണെങ്കിൽ കോമഡി വർക്കൗട്ടായിട്ട് ചെയ്തിട്ട് ഒരു സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഇന്നത്തെ ചെറുപ്പക്കാരുടെ ആ ഒരു മാനസങ്ങളെല്ലാം കൊണ്ടുവരാനായിട്ട് ജി.വി. പ്രകാശ് സാറ് സാധിച്ചിട്ടുണ്ട്. മീര ജാസ്മിൻ എന്ന് പറയുന്ന വർഷങ്ങൾക്ക് ശേഷം അച്ചുവിന്റെ അമ്മയിലൂടെ തിരിച്ചു വരുന്നതാണ്. അച്ചുവിന്റെ അമ്മയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനത്തിലൂടെ മീര ജാസ്മിൻ ഈ പടത്തെ തിരിച്ചു വന്നേക്കാണ്. പിന്നെ ഈ പടം നല്ലൊരു ഫാമിലി എന്റർടൈൻമെന്റ് ആണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാം. കുടുംബമായിട്ട് വന്ന് കാണാൻ കൊണ്ടാവുന്ന ഒരു നല്ലൊരു പടമാണ്. തീർച്ചയായിട്ടും അച്ചുവിന്റെ അമ്മ നമ്മൾ കണ്ട ആ മീര ജാസ്മിനെ തന്നെയാണ് നമ്മൾ ഈ പടത്തിലൂടെ തിരിച്ചു വന്നേക്കുന്നത്. അതൊരു നല്ലൊരു ഇതാണ്. മീര ജാസ്മിന്റെ ആ പ്രായമൊന്നും ഇതിനകത്ത് പ്രശ്നമല്ല. പ്രായം പറഞ്ഞ നമ്പറാണ്. മീര ജാസ്മിൻ പറഞ്ഞ നമ്പറാണ്. മീര ജാസ്മിന്റെ ഇതിലെ പ്രായം പറയുന്ന അതും ഒരു നമ്പറാണ്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ട് തുടങ്ങിയത് മുതൽക്ക് മീര ജാസ്മിൻ എന്ന് പറയുന്ന ആ ഒരു നല്ല ആക്ടറെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ചെറിയ ചെറിയ മീഡിയാസിൽ പ്രായത്തെ അപമാനിക്കുന്ന രീതിയിൽ ഒത്തിരി വീഡിയോസ് നമ്മൾ കണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പ്രേക്ഷകർ ഇതിൽ തുറന്നു പറയുന്നുണ്ട്. അടിപൊളിയാണ്, അടിപൊളി പടമാണ്, മസ്റ്റ് വാച്ച്. അടിപൊളി സ്റ്റോറിയാണ്, ഫാമിലി മൂവിയാണ്, കോമഡി എല്ലാം ഉണ്ട്. ഇല്ല ഒട്ടും ഇല്ല, നല്ല കോമഡി പടമാണ്. അതെ അതെ അതെ. കുറച്ച് ദിവസങ്ങളായിട്ട് ആറാട്ടണ്ണന്റെ ഒരു വിവരം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ ഒരു ചിത്രം, അതായത് പാലുംപഴം എന്ന് പറയുന്ന ഈ ഒരു ചിത്രം കണ്ടിറങ്ങിയ ആറാട്ടണ്ണനെ നമ്മുടെ മീഡിയ കുമ്പ് കിട്ടി. പാലുംപഴം ഞാൻ ട്രെയിൽ കണ്ടിട്ട് ഇത്ര നന്നാവും വിചാരിച്ചില്ല. കണ്ടപ്പോ മനസ്സിലായ എന്റെ ജഡ്ജ്മെന്റ് തെറ്റിപ്പോയി. ഞാൻ ഇത്ര നന്നാവും വിചാരിച്ചില്ല. പറയുകയാണെങ്കിൽ എല്ലാ എലമെന്റ്സും ഉണ്ട്. റൊമാൻസ്, സെന്റിമെന്റ്സ്, കോമഡി, ഫാമിലി എല്ലാം ഉണ്ടാവും. നല്ലൊരു നല്ല ടോപ്പിക്കാണ്. പ്രണയത്തിന് പ്രായ പ്രശ്നമെല്ലാം ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പൊ മീനാക്ഷി തന്നെ അഭിനയിച്ചിട്ടുണ്ട്, അശോകൻ തന്നെ അഭിനയിച്ചിട്ടുണ്ട്, എല്ലാവരും തന്നെ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാം നല്ലൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യണം. മീനാക്ഷിന്റെ BKB നല്ല ഡയറക്ഷനാണ്. മീനാക്ഷിന്റെ ശക്തമായ തിരിച്ചുവരവാണ്. പുള്ളിക്കാരത്ത് ലേഡി സൂപ്പർ സ്റ്റാർ ആണ്. അത് ഹ്യൂമർ ആയാലും എല്ലാം നന്നായി ചെയ്തിട്ടുണ്ട്. ഫാമിലിക്ക് യൂത്തിന് എല്ലാം ഇഷ്ടപ്പെടും. നല്ല പറയാം. ഞങ്ങൾ വാഴ ടൈമിൽ ഇട്ടാണ്ട് മൂവിയാണ്. എല്ലാം കൊണ്ടും എന്റർടൈനറും ആണ്. ഒന്നും പറയാനില്ല. പാലുംപഴം അടിപൊളിയാണ്. ഉറപ്പായിട്ട് ഫാമിലി ആയിട്ട് വന്നിരുന്ന കാണുന്ന സിനിമയാണ്. എന്താ പറയാ, റൊമാൻസ് ചെയ്യണവർക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പരിപാടിയാണ്. അതിനേക്കാളും കൂടുതൽ കോമഡികളെല്ലാം ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയിട്ട് ഫസ്റ്റ് ആയിട്ട് വന്ന് തിയേറ്ററിൽ കാണണം. അടിപൊളിയാണ്. സത്യം പറഞ്ഞാൽ മീര ജാസ്മിന്റെ ഒരു ആക്ടിങ് ശരിക്കും അസാധ്യമായിട്ടുള്ള ഒരു കഴിവാണ് വീണ്ടും ബിഗ് സ്ക്രീനിൽ എത്തിച്ചിരിക്കുന്നത്. മീര ജാസ്മിന്റെ ആ ഒരു പഴയ തേരോട്ടം വീണ്ടും ബിഗ് സ്ക്രീനിൽ എന്ന് തന്നെ വേണം പറയാൻ. എങ്ങനെയാണ് പാലും പഴവും? തീർച്ചയായിട്ടും നല്ലൊരു BKBയുടെ വമ്പൻ തിരിച്ചുവരവ്. അതേപോലെ തന്നെ മീര ജാസ്മിൻ എന്ന അഭിനേത്രിയുടെ വമ്പൻ തിരിച്ചുവരവ്. അതാണ് ഈ പാലുംപഴവിലേക്ക് കാണാൻ സാധിച്ചത്. അതുപോലെ അശ്വിൻ, പിന്നെ ശാന്തികൃഷ്ണൻ ചേച്ചി, നമ്മുടെ അശോകൻ ചേട്ടൻ, നിശാന്ത് സാരംഗ്, അങ്ങനെ രാജു ചേട്ടൻ, അങ്ങനെ ഒരുപാട് വമ്പൻ താരനിര. ചിത്രത്തിന്റെ ന്യൂസുകൾ വീഡിയോ വഴി പുറത്തിറങ്ങുമ്പോൾ മീര ജാസ്മിൻ എന്ന് പറഞ്ഞ അഭിനേത്രി നമ്മള് വന്നപ്പോ സൂത്രധാരൻ എന്ന് പറഞ്ഞ ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ നല്ലൊരു അഭിനയ മികവ് നമ്മൾ ആദ്യം കാണുന്നത്. അതിനുശേഷമുള്ള ആ ഒരു ഒരിക്കലും ഒരു പ്രായത്തെ ബാധിച്ചിട്ടില്ല. ആ ഒരു നല്ലൊരു അഭിനേത്രി. നമ്മള് മീര ജാസ്മിനെ കണ്ട് വിലയിരുത്തിയ നമ്മൾ ഇഷ്ടപ്പെട്ട മലയാളികളാണ്. നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ഈ ഒരു ചിത്രത്തിൽ ഉടനീളം അഭിനയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും മീര ജാസ്മിന് ഒരുപാട് ചിത്രങ്ങൾ ഇനിയും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. പാലും പഴവും എന്ന് പറയുന്ന ഈ ഒരു ചിത്രം കണ്ടിറങ്ങിയ ഈ ഒരു പ്രേക്ഷകൻ പറഞ്ഞത് മീര ജാസ്മിന് ഇനിയും ഒത്തിരി നല്ല ചിത്രങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്.